കാലത്ത് തന്നെ മനോഹരമായ ഇത് നാടൻ റോസാപ്പൂവ് മണോട് ചെയ്യുന്നത് എന്താ നല്ല മണല്ലേ. കാലത്ത് തന്നെ കുയിലുകളുടെ ശബ്ദമാണ് ഭയങ്കരം. കുയിലുകൾ ഇങ്ങനെ അങ്ങോട്ട് കാണാനെ വിളിക്കാന്നുണ്ട്. സരിതാ മിച്ചടി കഴിഞ്ഞാ ഇലകൾ അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വീട് പണി കഴിഞ്ഞപ്പോഴേ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു. വീട് പൊളിച്ചു പണിയുമ്പോൾ അറിയാലോ വേസ്റ്റ് കണ്ടമാനം ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മുടെ ഇത്രയും കണ്ട ജനലകൾ പൊളിച്ചതും അങ്ങനെ കുറേ കമ്പികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഈ ആക്രിക്കാരെടുക്കണ വേസ്റ്റ് ഇല്ലേ അതുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആർക്കും വേണ്ടാത്ത വേസ്റ്റുകളില്ലേ ഇതുപോലുള്ളത് അതും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടാ. ഇത് കൊണ്ടുപോകാനായിട്ട് വന്ന ആള് ഇത് മൊത്തം ഒരു വില കെട്ടി വേസ്റ്റ് മൊത്തം ഒരാൾ എടുത്തു. അപ്പോൾ വളരെ റേറ്റ് കുറവിനാണ് ആൾ എടുത്തത്. നമുക്കറിയാം ഭയങ്കര റേറ്റ് കുറവിനാണ് ആൾ എടുത്തേക്കണേ എന്നുള്ളത്. അത്രയ്ക്ക് പൈസ കിട്ടിയാൽ പോരെ, എത്രയധികം അത്രയ്ക്ക് ഇതുണ്ടായിരുന്നു തൂക്കം കമ്പിയൊക്കെ, ജനൽ കമ്പികളും എല്ലാം കൂടി. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞത് ഇതുപോലത്തെ വേസ്റ്റുകളില്ലേ അങ്ങനെ കംപ്ലീറ്റ് ഇവിടുത്തെ വേസ്റ്റ് കാശ് കിട്ടണതും കിട്ടാത്തതുമായിട്ടുള്ള കംപ്ലീറ്റ് വേസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോയി ക്ലീനാക്കി തരും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഇത്തിരി റേറ്റ് നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ ഇവിടുന്ന് വേസ്റ്റൊക്കെ പോയി കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നിസ്സാര പൈസയ്ക്ക് നമ്മൾ ഉറപ്പിച്ചത്. നമ്മളതല്ല, ഞാനല്ല, ചേട്ടനാണ്. ഞാൻ ആ സമയങ്ങളിൽ ഇതൊക്കെ പൊളിക്കണ സമയത്തൊന്നും ഞാൻ ഇങ്ങോട്ട് വരാറില്ല, ഞാൻ വീട്ടിലല്ലേ. അപ്പോൾ ചേട്ടനപ്പോൾ ഓക്കെ പറഞ്ഞു അത് കൊണ്ടുപോകില്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ആളെന്ത് ചെയ്തു, വണ്ടി വന്ന് ആ പൈസ കിട്ടണ വില കിട്ടണ സാധനങ്ങളില്ലേ അത് മാത്രം കൊണ്ടുപോയി. ബാക്കി ഇവിടെ നിറച്ച് സാധനങ്ങളായിരുന്നു. കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ കളഞ്ഞ് കുറേ ആ റോട്ടിൽ, നമ്മുടെ ഈ റോട്ടിൽ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒന്നും റോട്ടിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ, ചില്ലല്ലേ. അല്ലാണ്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഒരു കുഴി പോലെ ആയിരുന്നു ഫ്രണ്ടിലത്തെ റോഡിൽ. ആ കുഴിയിലൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണ് അതിൻ്റെ മേലേക്ക് ഇട്ട് അത് കുറേ പോയി കിട്ടി. പിന്നെ ഇരിക്കണതാണ് ഈ സാധനം. ഒരു കൊല്ലത്തിലധികം ഇവിടെ ഇരിക്കുന്നത്. ഹോളിലത്തെ ഷോക്കേസിന്റെ ഉള്ളിലത്തെ ചില്ലായിരുന്നു അത്. ഇതേ മുരളിയേട്ടൻ നമുക്ക് ആവശ്യം വരുന്നു പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. പിന്നെ അത് ഇങ്ങനെ പൂപ്പലായി അതിന്റെ രസമൊക്കെ പോയി. കണ്ട ഇതിലൊക്കെ ചില്ലുകളാ. ഈ ചില്ലുകൾ എനിക്ക് തൊടാൻ പേടിയിട്ടാണ്. പ്ലാവിന്റെ കടയൊക്കെ എടുക്കണണ്ട. പ്ലാവിന്റെ കടക്കലൊക്കെ ബേബി മെറ്റലില്ലേ അതിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗല്ലേ, ഈ ഭാഗത്ത് ഒരു തരം തണലത്ത് വളരുന്ന ടൈപ്പ് ചെടികള് ഇവിടെ വെച്ചു കൊടുക്കാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോബിസ്. പിന്നെ വിചാരിച്ചു ചെടികൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പ് വന്ന് ഇടുന്നാലോ എന്ന് പേടിച്ചപ്പോൾ ഈ കല്ലില്ലേ ഇത് ഇട്ട് കൊടുക്കാൻ വെച്ചു. ഇതിവിടെ നിറച്ചിട്ട സമയത്താണ് നമ്മുടെ കടന്നലും കൂട്, വലിയ കടന്നലും കൂട് അവിടെ ഉണ്ടായിരുന്നില്ലേ, അത് നശിപ്പിക്കാനായിട്ട് സേവിയർ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ ആള് വന്നപ്പോ സേവിയർ ചിറ്റിലപ്പള്ളിയാ സേവിയർ ചിറ്റിലപ്പള്ളി ഈശ്വര ഭഗവാനെ. അപ്പൊ സേവിയർ എൽത്തുരുത്ത് ആള് നല്ല രസികനാട്ടാ. ആള് വന്നപ്പോ ആള് പറഞ്ഞു ഇതിൽ കൂടെ നടന്നു പോവാണ് ആളങ്ങട്. അത് കടന്നല് കൂട് നോക്കാം പോക്കിൽ തന്നെ ഇവിടെ ഈ കല്ല് ഇവിടെ നിറച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഉരുളം കല്ലില്ലേ നമ്മുടെ വെള്ളാരം കല്ല്, അത് കണ്ടാശം തന്നെ പറയും ഇത് എത്ര വേഗം കൂടെ ഒന്ന് മാറ്റി. ആള് പാമ്പ് പിടുത്തക്കാരനല്ലേ മെയിൻ. ഇതിനുള്ളില് പാമ്പ് വന്ന് കിടക്കുന്നു അറിയില്ല, കാണില്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഇതിന്ന് കുറെ കല്ലുകൾ പറക്കിട്ട് നമ്മുടെ ഫ്രണ്ടിൽ മീൻകുളത്തിന്റെ ചുറ്റും ഇങ്ങനെ വെച്ചു. അതിലേക്ക് മീൻകുളത്തിലേക്ക് മഴ പെയ്യുമ്പോ മണ്ണ് തെറിച്ചിട്ടേ അപ്പൊ അത് വെച്ചു. ഇനി കുറച്ചുകൂടി ഉണ്ട്, അത് മാറ്റിയിട്ട് ഇവിടെ പുല്ല് വെച്ചു കൊടുക്കാന്ന്. ആ പുല്ല് കണ്ടപ്പോ നല്ല ഭംഗിയിൽ പടർന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ ഈ നടക്കണ വഴിയുടെ അപ്പുറം പുല്ലാകുമ്പോ വൃത്തിയാകൂടെ എന്നാണ് വിചാരിക്കണേ. അതുപോലെ ഇതുപടിയും മൊത്തം അതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടേ, ഷീറ്റ് അതായത് മരത്തിന്റെ വേര് വരുന്ന ഇങ്ങനെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഷീറ്റ് വലിയ കറുത്ത ഇതില്ലേ പ്ലാസ്റ്റിക്കിന്റെ സാധനം അത് വിരിച്ചിട്ട് ഇവിടെ മൊത്തം ബേബി മെറ്റലിടാം. ഈ കടപ്പ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിന്റെ ഈ അരുഭാഗത്ത് കൂടെ രണ്ടുപേരും അങ്ങനെയൊക്കെ പഠിക്കാന്നൊക്കെ ആയിരുന്നു അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് എല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ എടുക്കണം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ എടുക്കട്ടെ, കാശ് ചെലവില്ലാണ്ട് എങ്ങനെ നമുക്ക് ഭംഗിയാക്കാം. മാൻ പവർ മാത്രമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അതന്നെ ഇവിടെ അപ്പൊ ഈ പ്ലാവിന്റെ കടയൊക്കെ ഇങ്ങനെ ഇലകൾ അങ്ങോട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചാക്കുകൾ എന്ന് പറയുന്നില്ലേ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കുകളാണ്.
ആര് ഈ കോർപ്പറേഷൻകാര് ആ അവര് വരാം, അവര് ഈ ആഴ്ച വരും. 3 ചാക്കുണ്ട്, പ്ലാസ്റ്റിക് ചാക്ക്. അപ്പൊ വൃത്തിയാക്കല്ലേ, നമുക്ക് തുടങ്ങാല്ലേ. ചേട്ടൻ തുടങ്ങി ഈ ചില്ലുകൾ ആദ്യം ചേട്ടൻ അതിനെ പൊട്ടിച്ച് ചാക്കിലാക്കാൻ പോണു ചില്ലുകളെ. ഈ രാവിലെ കടയെ പഠിപ്പാക്കിയോ? അത് ഞാൻ ചെയ്യാം. ഞാൻ അവിടെ അടിച്ച് അവസാനിപ്പിക്കട്ടെ. ഇതുമ്മ ആണിൻ്റെ അപ്പൊ കത്തിക്കാൻ ചേല പിടിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. നമ്മളെ ഒരു സമയങ്ങളില് അയ്യോ ഒരു സമയങ്ങളിൽ വീടുകളുണ്ടായിരുന്ന ചില്ലാണ് ഇങ്ങനത്തെ ടൈപ്പ്. ഒരു പിരിപിരിപ്പ് ഉണ്ടാവും. ചേട്ടാ മാന്തണ്ട നഖത്തിന്റെ ഇടയില് മറ്റേ ഇപ്പൊ ഈ ചില്ല് ഇപ്പൊ ഇങ്ങനത്തെ ചില്ലൊന്നും ആർക്കണ്ട കണ്ട. റീപ്പുറമ്പിലൊക്കെ നിറയെ കണ്ട ആണികളാണ് കണ്ട. ഇങ്ങനത്തെ ആണികളുണ്ട്. ഇതാണ് നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന സാധനങ്ങൾ. ഈ ചില്ല്, ആണികള്. ഇങ്ങനെ അടർത്തി ഇനിയിപ്പോ ഈ ചില്ലുകൾ ഇപ്പൊ ആർക്കും വേണ്ട. ഇതൊക്കെ പൊട്ടിച്ച് ചാക്കിലാക്കി കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻകാർ ചാക്കിലാക്കി, അതായത് ചില്ലുകൾ മാത്രം നമ്മള് ഒരു കെട്ടിയിട്ട് ആക്കി വെക്കണം. അപ്പോഴാണ് കൊണ്ടുപോവുക. പ്ലാസ്റ്റിക്കിന്റെ ഇടയിൽ ചില്ലാക്കാൻ പാടില്ല. അങ്ങനെയാണ് അവരത്. ഈ ചില്ലുകൾ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കണം. ഇവിടെ നീറ്റാക്കലാണ് എൻ്റെ ഇന്നത്തെ പണി, എൻ്റെയും സരിതയും പണി. സരിത പറഞ്ഞ പോലെ നമുക്ക് തന്നെ ചെയ്യാം. ഇവിടെ പല ഭംഗി ഇവിടെ പാമ്പുണ്ടാവില്ലേ. ഇതേക്കടാ ഇതൊക്കെ ദ്രവിച്ചു പോന്നു. ഇതേപോലെയാണ് ഞങ്ങളുടെ ജനലായിരുന്നെ. ജനലും വാതിലൊക്കെ അല്ല വാതില് ഒരു കണ്ട. ഇതിന്റെ മരത്തിന്റെ ഒരു ഇതുണ്ട്, ഒരു പാടം. ആ പെയിന്റാണ്. ഉള്ളിൽ നിറയെ മണ്ണായിരുന്നു. ഇങ്ങനെയായിരുന്നു. പൊട്ടിയ ചില്ലാണോ? ചെറുത് നമ്മുടെ അടുക്കളയുടെ ജനല്. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. വിയാവിരികളുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തുടങ്ങാം. ഓരോന്നോരോന്ന് എടുക്കാം. ഇതേ ഭയങ്കര സ്ട്രോങ്. അത് കണ്ടാ ഒട്ടി പിടിച്ചിരിക്കുക മണ്ണടക്കേ. പതുക്കേട്ട ചേട്ടാ, വല്ലാണ്ട് ഇതാക്കി കയ്യുമ്പോ കുത്തി. രാക്ഷസന്മാരെ വാള് ഇങ്ങനത്തെ കണ്ടില്ലേ? രാക്ഷസന്മാരെ വാള് കണ്ടില്ലേ? കണ്ടിട്ടുണ്ട്. ദൈവം എന്തുട്ടൊക്കെ അവിടെ തകർക്കുന്നുണ്ട്. എന്റെ അടിയിലല്ല പാമ്പോ നടക്കുന്നുണ്ടാവും. അല്ല ഈ ഷീറ്റ് കൂട്ടിയതാ. ചെടിയൊക്കെ വളർന്നു കൊറേ. ഇങ്ങനത്തെ ഒരു ഷോട്ട് ഉണ്ട് ഇല്ലേ? കയ്യുമ്മ ഗ്ലൗസ് ഇട്ടിട്ടുള്ള ഒരു ഉദരി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. മുഖം കാണിക്കില്ല ഗൈസ്. ഈ ചില്ലുകളൊക്കെ പൊട്ടിക്കണ വല്ല ഇതൊക്കെ സിനിമാക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇത് എടുത്തു കൊണ്ടുപോയിരുന്നു അല്ലേ? ചില്ല് പൊട്ടിക്കണ സീനക്കില്ലേ? വെറുതെ കാശ് കൊടുത്ത് ചില്ല് വാങ്ങിക്കില്ലല്ലോ. ഇഷ്ടം പോലെ ചില്ല് ഫ്രീ ആയിട്ട് തരാം. അച്ഛൻ ലുങ്കിയുടെ പൊട്ടി പെട്ടെന്ന് ചില്ല് പെട്ടെന്ന് പൊട്ടി.
ഇലക്ക് ഫിലോമിന ക്രാവിന്റെ അടുത്ത് പോകുമ്പോ എനിക്ക് വിശക്കുണ്ട് മസാല ദോശ കുഞ്ഞുണ്ണീനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ അതുപോലെ ചേട്ടൻ മുരളിയേട്ടൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാ മുരളിയേട്ടൻ പറഞ്ഞിട്ടുണ്ടേ മുരളിയേട്ടൻ കുഞ്ഞിലായിരിക്കുമ്പോ പണിക്ക് പോവും അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ വേറൊരു ആളൊപ്പം ഈ ആശാരിപ്പണിയാണ് ഒരു വീട്ടിലേക്ക് പണിക്ക് പോയി അപ്പൊ അന്ന് ഒരു 10-12 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് അപ്പൊ ഒരു യാശാണ്ട് ഒരു വീട്ടിലാണ് പണി വീടിന്റെ ഉമ്മറത്ത് ഈ അടുക്കളയുടെ ഈ സൈഡിൽ നിന്നാണ് പണി അപ്പോൾ ഉച്ചരിഞ്ഞാകുമ്പോൾ ഇയാൾക്ക് അവിടെ അകത്ത് പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അവിടുത്തെ ചേച്ചി അപ്പൊ ഇയാൾക്ക് ഇതിനെ മണടിച്ചിട്ട് ഭയങ്കര കൊതി തോന്നി തുടങ്ങി അപ്പൊ മുരളിയേട്ടൻ അവിടെ നിന്ന് പണിയാത്ര അപ്പൊ ഇയാള് പറയാത്ര ഇങ്ങനെ നീ എന്താ ഈ അടുക്കളയിലേക്ക് എപ്പോഴും നോക്കിയിരിക്കുന്നത് അവരുണ്ടാക്കി കഴിഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുവരും അപ്പൊ തന്നാ പോരെ അല്ല അപ്പൊ എന്താ പോരെ ഉറക്കെ ആ ചേച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് പറയാന്ന് മുരളിയേട്ടൻ പറയാ ഞാൻ ആ ഭാഷത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഇങ്ങേരാണ് അല്ല ഇങ്ങേരാണ് എപ്പോഴും സാധനം വരുന്നല്ലേ ചായരൊപ്പം പലഹാരം എന്തൊരു കുഴിയപ്പം എന്തൊരു ഉണ്ണിയപ്പം അങ്ങനെ സാധനമാണ് ഈ സാധനം ഇപ്പൊ കിട്ടില്ല അപ്പൊ ചിലപ്പോ കിട്ടിയില്ലല്ലോ ചിലപ്പോ വേറെ വലത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ട് അതെ അച്ഛനിങ്ങനെ വീഴ്ചയുണ്ട് അമ്മരെ തലയ്ക്ക് കൊണ്ട് അപ്പൊ അതുപോലെയാണ് ഈ പറഞ്ഞത് മനസ്സിലായി സാധിക്ക് പൊത്തുകൾ കുറെയൊക്കെ നമ്മൾ അടച്ചു പക്ഷെ എല്ലാ പൊത്തും അടയ്ക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാലേ ഇവിടെ ഉയർന്ന സ്ഥലമല്ലേ മഴ പെയ്യുമ്പോൾ അവിടെ ആ തൂങ്ങണ വെള്ളം ഇങ്ങോട്ട് പോകണല്ലോ അല്ലാണ്ട് ഇവിടെ എല്ലാം അടച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര തള്ളല് ഒന്നുകൂടി ഇടിയും അപ്പൊ അങ്ങനെ അന്ന് പണിയുമ്പോഴുള്ളതല്ല ഇതൊക്കെ മേച്ചേരിക്കാരുടെ മതിലേ മെയിൻ ജനലറി ചില്ലകളൊക്കെ ആക്കല് കഴിഞ്ഞ ചാക്കല് ഇനി ഇതാണ് ഇവിടെ കണ്ണാടിയാണ് എന്റെ പരീക്ഷണ വസ്തുക്കൾ കണ്ടേ ഇതിന്റെ അടിയിൽപ്പെട്ട് കിടക്കായിരുന്നു അല്ലേ അങ്ങനെ ഞങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചവറുകളൊക്കെ വാരണം പണിയെടുത്ത് ക്ഷീണിച്ചാരം 3 മസാല ദോശയാണ് വാങ്ങിയത് ഉച്ചയ്ക്ക് ഒരു അടിയന്തര സദ്യൻ്റെ നമ്മുടെ അയലോക്കത്ത് തന്നെ അപ്പൊ പിന്നെ ഞങ്ങള് ചോറ് അപ്പൊ നമ്മള് ഈ പണിയെടുത്ത ഈ വേഷത്തിലേക്ക് പോണത് മാറുന്നില്ലേ ഒല്ലൂരിക്കല്ലേ ശ്രീഭവനിലേക്ക് അവിടുത്തെ മസാല ദോശ ഫേമസ് അല്ലേ എന്തൊരു ചവറ ഒരു സൈഡിൽ നിന്ന് എന്തൊരു ചവറ ഒരു സൈഡ് മസാല ദോശ എടുക്കുന്നു കുയിലവിടെ ഭയങ്കര കൂല ഇത് എത്ര നൂലുണ്ട് നൂലുണ്ട് ഈ നൂലുണ്ട് പട്ടം പറപ്പിക്കാനുള്ള അത്രയും നൂലിട്ടുണ്ട് എന്നുണ്ട് അല്ലേ സരിത് തുറക്കുന്നു ചെണ്ട തുറക്കണം ഞാൻ എന്തിനാ പറഞ്ഞ പോലെ സ്പൂൺ ഇത്ര അധികം ചേട്ടൻ്റെ തുറക്കാം എന്താ മണം പക്ഷെ പാഴ്സലില് ഈ മസാല ദോശയിൽ നെയ്റോസ്റ്റയിൽ ടേസ്റ്റ് കുറവായിരിക്കും നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാധനം നമ്മൾ കൈയോടെ കഴിക്കണം സാമ്പാർ വേണ്ട അതെ നമ്മളവിടെ ഇങ്ങനെ ക്ലീനിങ് ചെയ്യണത് ഒരു ദിവസം ഒരു പണിക്കാരൻ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാക്കും നമ്മുടെ അണ്ണാനെ നിർത്തി കഴിഞ്ഞാൽ
ഒരു ദിവസം ഒരാളെ നിർത്താണെങ്കിൽ 900 രൂപ കൂലി. അതിന് വരെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പണിയെടുത്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ഒപ്പം. ഇതിന് എത്ര രൂപ ചേട്ടാ 3 മാസം കൃഷിക്ക്? 185 രൂപ. 185 രൂപ കാര്യം കഴിഞ്ഞു. ഉച്ചക്ക് ഇനി ഉച്ചവരയ്ക്കും എനിക്ക് അടുക്കളയിൽ കയറണ്ട. കാരണം ഉച്ചവരയ്ക്ക് നിൽക്കേണ്ടി വരും അല്ലേ, കംപ്ലീറ്റ് അടിയന്തരമുള്ള കാരണം. ഇത് ചെറിയേട്ടൻ്റെ രീതിയാ ഈ മെത്തേഡ്. അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിലേ, ക്ലീനിങ് അത് ഇത് ഈ പറമ്പ് വൃത്തിയാക്കൽ അതൊക്കെ അവർ 4 പേരും കൂടി ഒരുമിച്ച് ചെയ്യും. ചേച്ചി അന്നത്തെ ദിവസം അടുക്കളയിൽ കയറില്ല, അന്ന് ദിവസത്തെ ഭക്ഷണം പുറത്തുനിന്ന്. അങ്ങനെ ഞങ്ങളുടെ മസാല ദോശ തീറ്റ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും പണി ആരംഭിക്കുകയായി. അപ്പോൾ ഈ ചില്ലുണ്ടല്ലേ, ഈ കണ്ണാടിയിലെ ചില്ല്, ഇത് കണ്ണാടിയിലെ ചില്ലല്ലേ, കണ്ണാടി, അത് മുരളിയേട്ടനോട് ചോദിച്ചപ്പോൾ മുരളിയേട്ടൻ്റെ മോൻ്റെ കടയിലേക്ക് ആവശ്യം പറഞ്ഞു. തുടച്ച് കഴിഞ്ഞിട്ടില്ലേ ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കടയിലേക്ക് ഒരു ഇതായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ച് ആക്കുന്നില്ല, ഇത് മാറ്റി വയ്ക്കാൻ പോവാം. ലാസ്റ്റ് പണിയിട്ടാ പ്ലാസ്റ്റിക് കോർപ്പറേഷൻ്റെ അവർ വരും. അപ്പോൾ അവർ കൊടുക്കാനാണ് ഇവിടെ മാറ്റി. മുട്ടപ്പനായി അത് അവിടെ നിറച്ച് ചെളിയുന്നത് ഇപ്പോഴേ വരുന്ന മഴയില്ലേ, നമുക്ക് ആ മെഷീൻ കണക്കിന് ക്ലീൻ ചെയ്യാം. അവസാനം എന്തൊരു ഭംഗിയില്ലേ. നാളുകളായി നിറയും ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് കുറച്ച് മണ്ണിടായിരുന്നു ഇതിവിടെ. ഇനി അവിടെ പുല്ല് പിടിപ്പിക്കുന്നു. അതായാലും ഇപ്പം ഞങ്ങൾ ചെയ്യണ്ടേ, ഞങ്ങൾ വയ്യാണ്ടായതല്ല. ഇനി ആടിയന്തരത്തിന് പോകണം, കുളിച്ചിട്ട് ആടിയന്തരത്തിന് പോകണം. ഫുഡ് അടിയന്തരം കഴിക്കാനേ, ഭക്ഷണം കഴിക്കാനേ അവിടെ വയറ്. അയ്യോ സമയത്ത് അതിന് പോവാറയ്യാ, 1 മണിക്കായിട്ട് പോയാ പോരെ. മതി. ഇപ്പൊ 11:30. സാധനം കണ്ട പിടിപ്പിക്കുന്ന വേണ്ട സാർ, ഇതിങ്ങനെ എടുത്താൽ നോക്കിയാൽ കേട്ടോ, ഞാൻ നിർത്താൻ നോക്കിയാൽ ഒന്നും വേണ്ട. പിടിപ്പിക്കേണ്ട നീ ഇതിങ്ങനെ അടക്കായിട്ട് എടുത്താൽ മതി. കണ്ടാ നോക്കിയേ, ഒന്നും ചെയ്യണ്ട, പിടിപ്പിക്കണ്ട, ഞാൻ നട്ടുണ്ട്. ഇയാൾക്കില്ല, ശരിയാവില്ല. ഞാനൊന്നും ചെയ്തില്ല. അതിന് ഞാനൊന്നും ചെയ്തില്ല. അമ്മ കയ്യടിക്കുന്നു. ഞാനിവിടെ ആടാൻ പോവാ. ഫ്ലാറ്റ് ഇവിടെ ഉറച്ചു പോയി. മറ്റേ ഭാഗമായിട്ട് കുടിക്കും. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ നീറ്റാക്കി ഓപ്പറേഷൻ പ്ലാവിന്റെ കട, അതാണ് ഇതിന്റെ പേര്. ഓപ്പറേഷൻ 4 മണിക്കൂർ നേരത്തെ പ്രയത്നം ഇതാണ് വന്നത്. അടിപൊളിയാക്കി. എന്ന് തൊട്ട് തുടങ്ങി പറയണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വൃത്തിയാക്കാന്ന്, പക്ഷെ ചില്ലിരിക്കണ കൊണ്ടാണ് കേട്ടാ. അവിടെ പുല്ല് പിടിപ്പിച്ചു, അത് ഇപ്പൊ കാണിക്കുന്നില്ല. അത് പുല്ല് പടർന്നു കഴിഞ്ഞിട്ട് കാണിക്കാണ് ഒരു ഭംഗി. അപ്പൊ അത് മനോഹരം, നല്ല ഭംഗി. അപ്പൊ ഇന്നത്തെ ഞങ്ങളത് പരിപാടി കഴിഞ്ഞു. ഇനി ഞങ്ങള് കുളിച്ചിട്ട് സദ്യക്ക് പോകാൻ പോവാണ്, അടിയന്തര സദ്യക്ക്. അപ്പൊ അവിടെ നിന്റെ ചോറും അടപ്രഥമ പായസം കൂടിയിട്ട് കഴിച്ചിട്ട്. അപ്പൊ അതുവരെ അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.